കാരണം അതല്ല അദ്ദേഹത്തിന് പോലും അല്ല സമരത്തിൽ രാഹുൽ എങ്ങനെയാണ് അറസ്റ്റിലായത്? യൂത്ത് കോൺഗ്രസ് എന്താണ് കേരളത്തിലെ ഒരു അത്രമതിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്നാണെന്നൊക്കെ നമ്മൾ ചിത്രീകരിക്കേണ്ടതുണ്ടോ? രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, അത്ര മഹത്വവൽക്കരിക്കണമോ എന്നൊക്കെയാണ് ശ്രീ ജയചന്ദ്രൻ ചോദിച്ചത്. ഈ സമരത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ അങ്ങനെ മറുപടി പറഞ്ഞു തന്നിരിക്കും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടല്ലേ? ആ പ്രക്ഷോഭം തുടരുകയാണ്. ഇന്ന് വിവേകാനന്ദ ജയന്തിയാണ്. സുജയ്ക്ക് അറിയാമല്ലോ, യുവജന ദിനമാണെന്ന്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞത്. ഇന്ന് കണ്ണൂരിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമുടി നിലത്തിട്ട് ചവിട്ടിപ്പിടിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ കണ്ടത് യുവജന ദിനത്തില്. ഒരാൾക്കും പരിഭവമില്ല, ഒരു കമ്മീഷൻ അന്വേഷിക്കാനുമില്ല, ഒരു വനിതാ കമ്മീഷനും ഇല്ല. ആ സമയത്ത് യൂത്ത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം വളരുകയാണോ തളരുകയാണോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ 3-4 മാസമായിട്ട് കേരളം കാണുന്ന ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭവും ഏറ്റവും വലിയ യുവജന കാര്യങ്ങളുടെ യുവജന നേതാക്കളുടെ ഒഴുക്കമൊക്കെ കാണുന്നത് എവിടെയാണ്? യൂത്ത് കോൺഗ്രസിലല്ലേ? ഇപ്പോൾ MT വാസുദേവൻ നായർ ഇന്നലെ പറഞ്ഞതോടുകൂടി പൊതുസമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ സമരത്തിന് കിട്ടിയെന്ന് യൂത്ത് കോൺഗ്രസ് ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? MT വാസുദേവൻ നായർ പറഞ്ഞതും ഈ ഗവൺമെന്റിനെതിരാണല്ലോ. അവരിപ്പോ 2023 ലേഖനം എന്നൊക്കെയാ പറഞ്ഞത്. 2023 MT ആ ലേഖനം എഴുതിയത്. അതുപോലും അറിയാൻ വയ്യ. AK ആന്റണി ഭരിക്കുമ്പോൾ മുത്തങ്ങയെക്കുറിച്ച് UDF സർക്കാരിനെ കുറിച്ച് MT വാസുദേവൻ നായർ വിമർശനം നടത്തിയതിന് ശേഷം, ക്ഷമിക്കണം, 2003 അല്ല ലേഖനം എഴുതിയത്. 2003 ആ പുസ്തകം പ്രസിദ്ധീകരിക്കുക ചെയ്തത്. കറണ്ട് ബുക്സ്, തൃശൂർ കറണ്ട് ബുക്സ്. എനിക്ക് തോന്നുന്നത് സ്നേഹാദരങ്ങളോടെ എന്ന കണ്ട എന്റെ പേര്. അതിൽ MT ഒരുപാട് വ്യക്തികളെ കുറിച്ച്, നടന്മാരെ കുറിച്ചും ഒക്കെ എഴുതിയൊരു പുസ്തകമാണത്. അല്ലല്ല, 2003 ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. അതിലൊരു ലേഖനമാണ് EMSനെ കുറിച്ച്. ആ ലേഖനത്തിന്റെ ആ ലേഖനം എനിക്ക് തോന്നുന്നു MT എഴുതിയത് 90കളുടെ അവസാനത്തിലാണ്. അത് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത് 2003 23 അല്ല കേട്ടോ, 2003 ആ 2003 എഴുതിയ ലേഖനം എന്നാണ് ഇവരിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പുസ്തകമാണ് വന്നത്. അവിടെ നിൽക്കട്ടെ, ചർച്ചാ വിഷയമല്ല. പക്ഷെ ആദ്യത്തെ അവസാന വരിയേ ഉള്ളൂ നമുക്ക് പ്രശ്നം. അതാണ് MT പറഞ്ഞതും. അവസാന വരിയാണ് അതിന്റെ ഏറ്റവും എന്താ പറയാ കാതൽ. അവസാന വരി എന്താണ്? അധികാരത്തിലുള്ള ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ആ ഒറ്റ വരിയേ ഉള്ളൂ. അതാണ് പുതുമയുള്ളത്. അത് മാത്രമേ ഉള്ളൂ. അത് ആരെ കുറിച്ചാണ് മാത്രമേ ചിന്തയുള്ളൂ. അത് പിണറായി വിജയനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഇപ്പൊ ആകെപ്പാടെ പറയാനുള്ള സാറാ ജോസഫ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. സാറാ ജോസഫ് ടീച്ചർ കുറച്ചു കാലമായിട്ട് CPM ആയിട്ടുള്ള പിണക്കൊക്കെ തീർത്തു എന്ന് ഞാൻ തോന്നുന്നു. അത് പോട്ടെ, അത് വേറെ വിഷയങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ പൊതുസമൂഹത്തിൽ MTയുടെ അടക്കം ഈ അഭിപ്രായമുള്ള ഒരു ആവേശത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ലോക യുവജന ദിനത്തിൽ വിവേകാനന്ദ സ്വാമികളുടെ ഉണരുവിൻ, ജാഗ്രത പാലിക്കുമെന്ന് പ്രസംഗിച്ച വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിൽ ആണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരത്തിന് പോകുന്നത്. You are watching Reporter Evening Show.